ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡേ റുട്ടീനാണ്, സമയമടക്കം. അപ്പോൾ അതിന് മുൻപായിട്ട് 2-3 കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഒന്നാമത്തെ കാര്യം, ഞാനൊരു വീട്ടമ്മയാണ്. എൻ്റെ മക്കൾ രണ്ടാളും ക്ലാസ്സിൽ പോകുന്ന പ്രായത്തിലായി. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പലർക്കും ചിലപ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ കാണുന്ന റുട്ടീൻ ക്രമീകരിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാനൊരു റോബോട്ടല്ല, ഞാനൊരു മനുഷ്യനാണ്. എൻ്റെ ഓരോ ദിവസവും വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം നമ്മുടെ റുട്ടീൻ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും വേണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ വീട്ടുപണികളൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഞാൻ തുറന്ന് സമ്മതിക്കുന്നു, എനിക്ക് ഒരു ഇഷ്ടമില്ല. എന്നാൽ പോലും ഞാനൊരു വീട്ടമ്മയായപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് വരുത്താൻ ശ്രമിക്കുകയും അതിൽ കുറച്ചൊക്കെ എനിക്ക് മാറ്റാൻ പറ്റുകയും ചെയ്തപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് മെയിനായിട്ടും ഈ വീഡിയോസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ഒരു എക്സ്പെർട്ടല്ല ക്ലീനിങ്ങിൽ. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പൊടി പോലും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ടല്ല എൻ്റെ വീട് ഇരിക്കുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ സമയം ഇപ്പോൾ 5:15 ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് നല്ല മടിയുള്ള ആളായിരുന്നു, ഇപ്പോഴും ആണ്. എന്നാൽ പോലും ഞാൻ ഗ്രാജുവലി ടൈം കൂട്ടി ഇവിടം വരെ ഒരു കണക്കിനെത്തിച്ചു. പലരും 4 മണിക്കൊക്കെ എഴുന്നേൽക്കണവരുണ്ടാവും കേട്ടോ. എനിക്ക് ആലോചിക്കാനേ വയ്യ ടൈമിൽ എഴുന്നേൽക്കണത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ദിവസം ആരംഭിക്കാം. അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ സിങ്ക് ക്ലീൻ ചെയ്യുന്ന ബ്രഷ് എപ്പോഴും അവിടെ തന്നെ വയ്ക്കുക. നമുക്ക് എപ്പോഴാണ് അത് അഴുക്കായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസമൊന്നും കഴുകണമെന്നില്ല, 2 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തിടുക. അപ്പോൾ ആ പണി അങ്ങനെ കഴിഞ്ഞു. നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും അങ്ങനെ കണ്ടാൽ ഒതുക്കി പോവുക. അപ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ് വരുമ്പോൾ അത്ര ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ 1 കപ്പ് നേരിയ ചൂടുവെള്ളം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ നല്ലതാണ്. ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കുടിച്ചുകൊണ്ടാണ് കുറച്ച് ടൈം ബൈബിൾ വായിക്കാനും പ്രയർ എത്തിക്കാനുമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പ്രയർ എത്തിക്കുന്നത്, ഞാൻ പറയാറില്ലേ, ഒരു നിറവ് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൽ പ്രയറും പാട്ടുകളൊക്കെ ഉണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ആ ഒരു കുറച്ച് ടൈം ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സമയം കാണാം, 5:45 സമയം. ചില സമയത്ത് ഇത്തിരി വേഗം കഴിയും, ചിലപ്പോൾ ലേറ്റ് ആക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ രാവിലെ യോഗ ചെയ്യുമ്പോൾ ഇടേണ്ട ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ആയി കഴിഞ്ഞ് ഇടേണ്ട ഡ്രസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ യോഗയോ അല്ലെങ്കിൽ എക്സസൈസോ എന്തെങ്കിലും പ്ലാൻ ചെയ്തെങ്കിൽ അതനുസരിച്ച് നമ്മൾ തലേദിവസം ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ടായിരിക്കും നമ്മുടെ മനസ്സിൽ. അപ്പോൾ കുറേ പേർക്ക് യോഗ ചെയ്യണതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. യോഗ ഞാൻ ട്രൈ ചെയ്യുന്നത് മോർണിംഗ് യോഗ 10 മിനിറ്റോ 15 മിനിറ്റോ, അതിലും കൂടുതലില്ല. ഇത് ഞാൻ കാണുന്ന ചാനൽ സാറാബത്ത് യോഗ എന്ന് പറഞ്ഞ ചാനലാണ്. 3 വീഡിയോസ് ഞാൻ കാണാണ്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ഫുൾ ടൈം വീഡിയോ നോക്കി ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം നമ്മൾ അവർ പറയുന്ന കമൻട്രി നമുക്ക് കേൾക്കാം. അതനുസരിച്ച് നമുക്ക് വീഡിയോയിൽ പോലെ തന്നെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യുകയും ചെയ്യാം. ഇത് മെയിനായിട്ടും തടി കുറയാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കല്ല ശരിക്കും ഞാൻ ട്രൈ ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി രാവിലെ തന്നെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാനുമാണ് യോഗ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 10 മിനിറ്റ് യോഗയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി വേഗം തന്നെ ഫ്രഷ് ആവാം. ഇതിൻ്റെ ഇടയിലൊന്നും നമ്മൾ ഫോൺ നോക്കി ടൈം വേസ്റ്റ് ആക്കരുത് കേട്ടോ. വേഗം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഫ്രഷ് ആയിട്ട് വരിക. ഫ്രഷ് ആവുന്നത് ഭയങ്കര നല്ലതാണ്. രാവിലത്തെ നമ്മുടെ ജോലികൾക്ക് ഒരു പ്രത്യേക എനർജിയാണ്. വെറുതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി കിച്ചണിൽ നിൽക്കണേൽ നല്ലത് കുറച്ച് ടൈം വേഗം എഴുന്നേറ്റാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ഐറ്റംസൊക്കെ അപ്പം തന്നെ തിരിച്ചെടുത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പണി കുറയും. അപ്പോൾ സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. മക്കൾ നല്ല ഉറക്കത്തിലാണ്. 6:30 അവരെ വിളിക്കേണ്ട കാര്യമുള്ളൂ. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തലേദിവസം തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കിടക്കുന്നുണ്ടോ അതാത് സ്ഥലത്തേക്ക് ഒരു 10 മിനിറ്റ് സമയം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും നമ്മുടെ ജോലികൾ. പിന്നെ കുട്ടികളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പണിയും ഈസിയായി. അപ്പോൾ കാലത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് ഈ ഒരു റേഡിയോ. ഇതിൽ നല്ല പാട്ടുകൾ, മെയിൻലി ഡിവോഷണൽ സോങ് ആയിരിക്കും കാലത്ത് വെച്ചിട്ട് പണികൾ ചെയ്യുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു ചിന്തകളും ഇല്ല, പാട്ടും കേൾക്കാം, നമ്മുടെ ജോലികളും നടക്കും. അപ്പോൾ തലേദിവസം തന്നെ കിച്ചണിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്, സിങ്ക് കഴുകി വെച്ചിട്ടുണ്ട്, പിന്നെ സ്റ്റൗവൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര വൃത്തി ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ തലേദിവസം തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട്. പുട്ടും കടലയാണ് നമ്മൾ കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ തോരൻ ഉണ്ടാക്കാനായിട്ട് പയറും
കൂർക്കയും കൂടിയിട്ട് അതിവിടെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളെല്ലാം കൂടി അരിഞ്ഞിട്ടതാണ്, കാരണം അതിന് കുറച്ചല്ലാതെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, തലേദിവസം തന്നെ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ജോലികൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതോടൊപ്പം തന്നെ 3 സ്റ്റൗവിലും ഒരുപോലെ ഐറ്റംസ് വെക്കുക. അവിടെ സാധനങ്ങളൊക്കെ വേവുമ്പോഴേക്കും സൈഡിൽ പാത്രങ്ങൾ കഴുകുക, പാത്രങ്ങൾ എടുത്ത് വെക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം ചെയ്താൽ ആ ടൈം വെറുതെ നിന്ന് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇത് പലരും ചെയ്യുന്നതാണ്. എന്നാലും ചിലപ്പോൾ ആ ടൈമിൽ ഫോണൊക്കെ നിന്ന് കുത്തി കളിച്ച് നേരം കളയണ്ട വെച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ 6:30 അപ്പോൾ മക്കളെ ഞാൻ വിളിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ഐറ്റംസൊക്കെ വേവട്ടെ. അപ്പോൾ മക്കളെ വിളിച്ചൊന്ന് ബ്രഷ് ചെയ്യിപ്പിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അവരെ എനിക്കൊന്ന് ഉഷാറായിക്കോളും. അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, എഴുന്നേറ്റ ഉടനെ തന്നെ അപ്പോൾ പുതപ്പും കാര്യങ്ങളൊക്കെ വേദന മടക്കി എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പണിയും കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് കടലയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കറിയും പിന്നെ പയറും കൂർക്കയും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർന്ന ഒരു തോരനും, പിന്നെ ഞാൻ മക്കൾക്ക് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് പനീർ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഒരു 65 പോലെ. അപ്പോൾ അവർക്കതൊരു രസമായിരിക്കുമല്ലോ. അപ്പോൾ ചാറുകറി ആയിട്ട് കടലയുടെ ചാറുകറി തന്നെ കൊടുത്തേക്കുന്ന കാരണം രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ഡൗട്ട്, ചോറ് എപ്പോഴും ഗ്യാസുമ്മയാണോ വെക്കാറെന്നാണ്. അല്ല, ഞാൻ മക്കൾക്ക് കൊണ്ടുപോകേണ്ട ചോറ് മാത്രമേ ഗ്യാസുമ്മ വെക്കുന്നുള്ളൂ. അത് വേഗം വേവണ അരിയാണ്, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്, പേരറിഞ്ഞൂടാ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ മോള് പുട്ടുണ്ടാക്കാൻ സഹായിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള ഫുൾ ചോറ് നമ്മൾ മക്കളൊക്കെ ക്ലാസ്സിൽ പോയ ശേഷം പുറത്ത് പുകയില്ലാത്ത അടുപ്പുണ്ട്, അതുമ്മയാണ് ഫുൾ ചോറ് വെച്ച് ഊറ്റിയെടുക്കാറ്. കാലത്ത് ഞാൻ തിരക്ക് പിടിച്ച നേരത്ത് അതിന് പോവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റൗമ്മ വയ്ക്കണേ. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഇതേ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. എന്നാലും ഒരാൾ മാത്രം ബാക്കിയുണ്ട്, നമ്മുടെ കുക്കർ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കുക്കർ കഴുകാൻ, അതുകൊണ്ട് അതിനെ ലാസ്റ്റത്തേക്ക് അവിടെ വെച്ചിട്ട് പോയേക്കാം ഞാൻ. പിന്നെ മക്കളൊക്കെ പോയിട്ട് കഴുകാനായിട്ട്. അപ്പോൾ ഇന്ന് മക്കളുടെ ടിഫിൻ ബോക്സ് ഞാൻ തന്നെയാണ് എടുത്ത് വെച്ചത്, കാരണം അവരവിടെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പോൾ സമയം ഇപ്പോൾ 7:15 കഴിഞ്ഞു. 7:15 കഴിയുമ്പോൾ അപ്പച്ചനമ്മച്ചും പള്ളിയിൽ നിന്ന് വരും, അതാണ് ചായ പിന്നെ അപ്പം വെച്ചത്. അപ്പോൾ എന്തായാലും ഇനി 7:15 കഴിഞ്ഞ് എല്ലാവരൊക്കെ ചായ കുടിച്ച് പിള്ളേരൊക്കെ ഒന്ന് അവരോട് വർത്താനം പറഞ്ഞ ശേഷം 7:30 ആകുമ്പോൾ മക്കൾ ഫ്രഷ് ആവാൻ പോകും. വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഫ്രഷായി അവരുടെ ഡ്രസ്സിങ് കാര്യങ്ങളാണ്. ഒരു 7:45 7:50 വരെ അങ്ങനെ പോവും. ഞാൻ ടൈം നോക്കി നിൽക്കും. പിന്നൊരു ഓട്ടപ്പാച്ചിലാണ്, കാരണം പിന്നെ ഭയങ്കര ബിസിയാണ്. ഞാൻ എത്ര പ്ലാൻ ചെയ്താലും ആ നേരത്തെ അവർ, ഞാൻ പറയാറില്ല എപ്പോഴും ഭയങ്കര തിരക്കാണ്, എനിക്ക് അറിഞ്ഞൂടാ, ആ നേരം ആവണത് അറിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞാനവിടെ സെറ്റ് ചെയ്ത് വെക്കും വേഗം തന്നെ. അപ്പോൾ പുട്ടൊക്കെ ഞാൻ അങ്ങനെ പൊടിച്ചിടുകയാണ് വേഗം അവർക്ക് കഴിക്കാനായിട്ട്, കടലക്കറിയും. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ മൂത്ത മോള് ഭക്ഷണം കഴിച്ച് കഴിയാൻ കുറേ നേരം എടുക്കും, ഒരു അരമണിക്കൂറോളം സമയം അവൾ പ്ലേറ്റും പിടിച്ചിരിക്കും, അത്ര മടിയാണ്. രണ്ടാമത്തെ മോളാണെങ്കിൽ കുറച്ചും കൂടി വേഗം കഴിക്കും. അപ്പോൾ അതേ സമയം ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. 8 മണിയായി. അപ്പോൾ അതേ അവർ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, രണ്ടാളും വലിയ കുഴപ്പമില്ല, ഒത്തിരി കൂടി വേഗം കഴിക്കുന്നുണ്ട്. ഞാൻ ഇരുന്നില്ലെങ്കിൽ അവർ പിന്നെയും കഴിക്കുന്നുണ്ട്. അപ്പോൾ റൂമൊക്കെ അതേ നമ്മൾ കഴിഞ്ഞ ഉടനെ സെറ്റ് ചെയ്തിട്ട് പോകുന്ന കാരണം ആ ഒരു പണിയും കണ്ടില്ല, അവിടെ ഒതുങ്ങി. നമ്മൾ എടുത്ത സാധനം അപ്പം തന്നെ എടുത്തു വെച്ച കാരണം മക്കളിത് എപ്പോഴും ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് അവരുടെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു 8:20 കഴിയുമ്പോഴേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്യിക്കും എല്ലാതും. അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന എത്തിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് പോകേണ്ട ടൈമായി. അപ്പോൾ 8:30 ആകുമ്പോൾ അവരെ വണ്ടി കറക്റ്റ് വരും. അങ്ങനെ ഈ പറഞ്ഞ പോലെ മക്കൾ പോയി കഴിഞ്ഞാലാണ് ഞാനൊന്ന് അവിടെ ഇരിക്കും കുറച്ച് ടൈമിന്. അത് ആ ടൈമിൽ ഇരിക്കുന്ന നേരത്തെ ഞാൻ കുറച്ച് നേരം പേപ്പർ വായിക്കുക എന്തെങ്കിലും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് പാലിൽ ഒരു ചെറിയ പഴം, ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടറും കൂടി ചേർത്തിട്ട് ഒരു കണ്ടില്ലേ മിൽക്ക് ഷേക്ക് പോലെ ഇങ്ങനെ ഉണ്ടാക്കും. വേറെ റീസൺ കൊണ്ടൊന്നല്ല ചായയും കാപ്പി നിർത്തിയത്, എനിക്ക് തോന്നിയത് അത്ര നല്ലതല്ലോ, അതിൽ നല്ലത് പാല് കുടിക്കുന്നതല്ലേ തോന്നിയിട്ട് മാറ്റിയതാണ്. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഞാൻ അപ്പോൾ ഇത് എന്താ പറയുക ഷേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതോടൊപ്പം തന്നെ കുറച്ച് നേരം പേപ്പർ വായിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യും. ഭയങ്കര വായനയൊന്നുമല്ല, അല്ല ന്യൂസുകളൊക്കെ ഒന്ന് മറച്ച് നോക്കി. ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ് പേപ്പർ എടുക്കുമ്പോൾ. ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുട്ടികളുടെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഓരോന്ന് കാണുമ്പോൾ. അപ്പോൾ സമയം ഇപ്പോൾ 8:45. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അമ്മതേ പുട്ടും അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കാലത്ത് ബിസി ആയിരുന്നു എന്നറിയാമല്ലോ. അപ്പോൾ അമ്മ ടൈം കൊണ്ട് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പച്ചൻ കുറച്ച് സാമ്പാർ കഷ്ണമൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പച്ചൻ അരിഞ്ഞൊക്കെ തരും കേട്ടോ പച്ചക്കറി. അപ്പോൾ അപ്പച്ചനമ്മച്ചും രാവിലെ തോട്ടത്തിലെ പണി, മിറ്റം ക്ലീനിങ് പണികളൊക്കെ അപ്പച്ചനമ്മച്ചും കൂടിയാണ്. ഞാൻ പറയാറില്ലേ മുമ്പത്തെ വീഡിയോയിലും. അപ്പോൾ സമയം ഇപ്പോൾ 9:10. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട ഒപ്പം തന്നെ എന്തെങ്കിലും ടി വിയിൽ സിനിമയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിരിക്കും കേട്ടോ. കുറച്ച് ടൈം ഇരുന്നിട്ട് തന്നെ എഴുന്നേക്കാറുള്ളൂ. ഒരു 9:45 വരെ അങ്ങനെ ഇരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഞങ്ങളെല്ലാവരും ടി വിയൊക്കെ നോക്കി ഈ പറഞ്ഞ പോലെ അവിടെ ഇരിക്കും.
അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്. ഞാൻ ക്ലീനിങ് തുടങ്ങുന്നതിന് മുൻപായിട്ട് അന്നത്തെ തുണികൾ ജസ്റ്റ് ഒന്ന് നനച്ചിടാണ്, സോപ്പ് പൊടിയിൽ നനച്ച് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാഷിംഗ് മെഷീൻ എവിടെ പോയിന്ന്. ഇപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ്, കാരണം കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എപ്പോഴും വാഷിംഗ് മെഷീനിൽ മാത്രം അലക്കുള്ളൂ. ഇല്ല, നല്ല ഡ്രസ്സുകളൊക്കെ കൈകൊണ്ടാണ് അലക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി വേഗം തന്നെ നമ്മുടെ ക്ലീനിങ് തുടങ്ങുകയാണ്. ഞാൻ മുൻപും കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോർണിംഗ് ക്ലീനിങ് റുട്ടീൻ എന്താണ് ചെയ്യണേന്നൊക്കെ. അപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നില്ല, പഴയ വീഡിയോ എടുത്ത് നിങ്ങളൊന്ന് മറക്കാണ്ട് കണ്ടു നോക്കാട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറാണ് വീട് ഫുൾ അടിച്ച് വാരി എടുക്കാനായിട്ടും ഒതുക്കിയിടാനായിട്ടും എനിക്ക് എടുക്കാറ്. ഒതുക്കിയിടാൻ കാര്യമായിട്ടില്ല, അപ്പോൾ തന്നെ എടുത്ത് വെച്ചതുകൊണ്ട്. പിന്നെ തുടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറോളം, 3/4 മണിക്കൂർ 1 മണിക്കൂറോളം വരും. ഒരു നിലയുള്ളത് കൊണ്ട് പിന്നെ അത്ര ബുദ്ധിമുട്ടില്ല. 2 നിലയാണെന്നുണ്ടെങ്കിൽ 2 ദിവസമായിട്ടോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെ ചെയ്യുക വെച്ചാൽ ഫുൾ അടിച്ച് വാരിയിടും. അത് കഴിഞ്ഞാൽ മേശകളൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ കണ്ണാടികളും ഒന്ന് തുടച്ചിടും. അത്രയ്ക്കേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഈ തുടക്കിനുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യും, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒന്നരാടം വെച്ചിട്ടാണ് അതും ചെയ്യാറ്. അപ്പോൾ സമയം 10:45, ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്തു. അപ്പോഴേക്കും അമ്മ അവിടെ സാമ്പാറിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കിച്ചണിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സാമ്പാറിൻ്റെ പരിപാടി ഞാനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ തോരൻ ഇരിക്കുന്നുണ്ട്, പിന്നെ മീൻ വറുക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ആകുമ്പോൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടു. ഇനി എനിക്ക് എൻ്റെ തുണികൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ, അതും കൂടി കഴുകിയിട്ട് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ അവസാനിച്ചു. അപ്പോൾ തുണികൾ അലക്കലിനെ കുറിച്ചാണ് പിന്നെയുള്ള ഡൗട്ടായിരുന്നത്. എപ്പോഴും വാഷിംഗ് മെഷീനാണോ ഉപയോഗിക്കാമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ ബെഡ്ഷീറ്റുകളും അതുപോലെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകളൊക്കെ അലക്കാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. നല്ല ഹെവി വർക്കുള്ളത്, പാർട്ടിക്ക് ഇടുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകൾ, വെള്ള ഡ്രസ്സുകൾ, ഇതൊക്കെ തന്നെ ഞാൻ കൈകൊണ്ടാണ് കഴുകാറുള്ളത്. എല്ലാ ഡ്രസ്സുകളും കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റത്തെ വാഷിലില്ലേ, ആ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് തുണികൾ വെച്ചിട്ട് ഈ സോഫ്റ്റ് ടച്ചിൻ്റെ ഈ ഒരു ഫാബ്രിക് സോഫ്റ്റ്നർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മണം ഉണ്ടാവും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്ലൂ കളറും ബ്ലാക്ക് കളറുള്ള ഈ ബോട്ടിലുള്ളതാണ്. ബ്ലാക്ക് കളറാണെങ്കിൽ അറബിക് പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ്. അങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഇല്ലെങ്കിൽ ബ്ലൂ ട്രൈ ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ റോസ് ഉണ്ട്, പക്ഷേ റോസ് കളർ എനിക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ താഴത്ത് വന്നപ്പോഴേക്കും അമ്മ സാമ്പാറും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മീൻ വറക്കാനും പപ്പടം വറക്കാനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ എന്തായാലും അതും കൂടി ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കൊഴുവ മീൻ നമ്മൾ കിട്ടിയത് കുറേ നന്നാക്കി വെച്ചിട്ടുണ്ട്, മിളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികമായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഊണ് അടിപൊളിയായി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഡിസംബർ 1-ാം തീയതി തൊട്ട് ഞങ്ങൾക്ക് നോയമ്പാണ്. അപ്പോൾ പിന്നെ നോൺ വെജ് ഒട്ടും കഴിക്കില്ല. ഞങ്ങൾ നോൺ വെജൊക്കെ കഴിക്കൂട്ടാ. ഞായറാഴ്ചകൾ മാത്രമേ നോൺ വെജ് വയ്ക്കുള്ളൂ. മീൻ മിക്ക ദിവസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പയറും കൂർക്കയും കൂടിയുള്ള തോരൻ, മീൻ വറുത്തത്, പപ്പടം, കുഞ്ഞു പപ്പടം ആട്ടാന്ന്, പിന്നെ കടലയുടെ അത് കുറച്ച് ബാക്കി രാവിലത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ സാമ്പാറും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഊണ്. അപ്പോൾ ചോറ് പിന്നെ തലേ ദിവസത്തെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു, അത്രയും പാത്രം ബാക്കിയുണ്ട്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ പൂരി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ പിന്നെ ഇന്ന് ചോറ് അടുപ്പത്ത് വെച്ചില്ല കേട്ടോ, അതാണ് അത് കാണിക്കാതിരുന്നത് വീഡിയോയിൽ. അപ്പോൾ സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ പതിവായിട്ട് ഈ സമയത്ത് ന്യൂസ് ചാനലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പച്ചൻ അമ്മച്ചൊക്കെ. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പോവാണ്. ഫ്രഷായി വരുന്നതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ള ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ സിങ്കോ അവിടുത്തെ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്തിടുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈം തന്നെ അത് ക്ലീനായി അങ്ങോട്ട് പൊക്കോളും. ഇല്ല, അതിന് വേണ്ടി പ്രത്യേക ഒരു ടൈം നമ്മൾ കണ്ടെത്താൻ തുടങ്ങി അതിന് നേരം ഉണ്ടാവില്ല. അപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസിയും ആയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എനിക്കൊരു 2:30 ഉച്ചയ്ക്ക് 2:30 ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ കുടുംബശ്രീ ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങളുടെ പള്ളിയുടെ ബേസിൽ കുറച്ച് ചേച്ചിമാരൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങിനായിട്ട് എനിക്ക് പോകണം. അപ്പോൾ അതിനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴേക്കൊന്നല്ല, 2:30 സമയമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ടൈമിൽ ഒരു 12 മണി കഴിഞ്ഞാൽ ഞാൻ സാധാരണ 1 മണി വരെ എഡിറ്റ് ചെയ്യാനാണ് ഇരിക്കാറ് വീഡിയോസ്. പക്ഷേ ഇന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസമായതുകൊണ്ട് എഡിറ്റിംഗ് ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടൈം ബുക്ക് വായിക്കാമെന്ന്. ബുക്ക് ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ ബുക്കാണ്. ഞാൻ ഇംഗ്ലീഷ് മാത്രം വായിക്കുന്ന വലിയ ചാടക്കാരിയൊന്നുമല്ല, മലയാളം ഒക്കെ വായിക്കും. പക്ഷേ ഈ ഒരു ടോപ്പിക്കിൽ ഇംഗ്ലീഷിലെ ബുക്ക് കണ്ടോളൂ, അതാണത് വാങ്ങിയത്. സമയം 1 മണി കഴിഞ്ഞു, ഊണ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ നമുക്കിനി വേഗം തന്നെ ഊണ് കഴിക്കാം.
അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞ് ഒരു 2 മണി വരെ ടി വി കണ്ട് കുത്തിയിരുന്നു. അത് കഴിഞ്ഞ് 2:30 മീറ്റിങ്ങിന് പോകേണ്ട കാര്യം വേഗം പിന്നെ റെഡി ആവാനായിട്ട് പോകുന്നു. അപ്പോൾ ഉപയോഗിക്കേണ്ട ഐറ്റംസ് ഫുൾ അവിടെ വെച്ചിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു സൺസ്ക്രീൻ, കുറച്ച് പൗഡർ, പെർഫ്യൂം, കൺമഷി, അതുപോലെ കണ്ണും എന്താ പറയുക ഐലൈനർ, ഇത്രയൊക്കെ ഉള്ളൂ. എടുത്ത ഐറ്റംസൊക്കെ വേഗം തന്നെ തിരിച്ചെടുത്ത് വയ്ക്കുക, പിന്നെ വേഗം തന്നെ പോവുക. ഈ സമയമാണെങ്കിൽ മെയിൻ പ്രോബ്ലം ഉറക്കം വരേണ്ട ടൈമാണ് നേരത്തെ ഈ മീറ്റിംഗ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം ആകെ ഉള്ളൂ, അതും ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് കേട്ടോ. അപ്പോൾ അതേ പോയി നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ പോരുന്ന വഴി അപ്പോൾ ഇന്നാണെങ്കിൽ ഞങ്ങൾ വേഗം ഇറങ്ങി 3:45 ഇറങ്ങി. അതുകൊണ്ട് വീട്ടിൽ 4 മണിയായപ്പോഴേക്കും കറക്റ്റ് എത്തി. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. ഞാൻ 2 കോളിഫ്ലവർ, കുറച്ച് മല്ലിയിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. നാളേക്ക് അപ്പോൾ കോളിഫ്ലവർ വെച്ചെന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കാം. ഭയങ്കര ഇഷ്ടമാണ് മോൾക്ക് കോളിഫ്ലവർ. അപ്പോൾ അതേ കണ്ട 4 മണി ആയിട്ടില്ല കേട്ടോ. ഞാൻ 4 മണിയായിരുന്നു വിചാരിച്ചാൽ വന്നത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴേക്കും അപ്പച്ചൻ ചായ അവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ ഉപയോഗിച്ച ഡ്രസ്സ് ഇതുപോലെ തൂക്കിയിടാനായിട്ട് ഒരു റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ബാഗ് തൂക്കാനൊരു സ്പേസ് ഉണ്ട്. പിന്നെ എൻ്റെ ജ്വല്ലറി കാര്യങ്ങളൊക്കെ, കമ്മൽ, ആർട്ടിഫിഷ്യൽ കമ്മൽ സാധനങ്ങളൊക്കെ വെക്കാൻ ഇങ്ങനത്തെ ഒരു ബാഗ് പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ വെക്കണേ. അപ്പോൾ അതിൽ വെച്ചിട്ട് വേഗം ഞാനിനി മക്കൾക്ക് പോയിട്ട് സ്നാക്കും പാലും അവർക്ക് തിളപ്പിക്കണം. അപ്പോൾ അത് വേഗം ചെയ്തിട്ട് വരട്ടെ. കാരണം എന്ന് വെച്ചാൽ അവരൊരു 4:30 ആകുമ്പോഴേക്കും സാധാരണ വരാറ്, 4:20, 4:30 ഇടയിൽ. അപ്പോൾ വളരെ എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ഒരു 20 മിനിറ്റ് ടൈമുള്ളൂ. അപ്പോൾ ഞാനിതുപോലെയുള്ള സമോസ ഷീറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കണത്, എഗ് സമോസ. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഞാൻ 3 മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു 1/2 സവാള, പിന്നെ ഒരു 2 തക്കാളി, ഒരിത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഞാൻ ഇടുന്നില്ല കാരണം പൊടികൾ ചേർക്കാനായിട്ട്. അതൊക്കെ കൂടി ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയ്ക്ക് ഭയങ്കര വിലയാണ് ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ ഒരു 1/2 സവാള ആകെ ഇട്ടിട്ടുള്ളൂ. എവിടേക്ക് വില പോകണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പം ഇനി വേഗം തന്നെ നന്നായിട്ടത് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ടൈം കൊണ്ട് സിങ്കിൽ കിടന്ന കുറച്ച് പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചു. ഈ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, കിച്ചൺ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. എപ്പോഴും ടൈം കിട്ടുമ്പോഴേക്കും അപ്പോൾ പാത്രം കഴുകി ഉടനെ കഴുകി വയ്ക്കാം. അപ്പോൾ അതേ അത് ഫുള്ള് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം തന്നെ നമ്മുടെ എഗ് സമോസയുടെ അവിടേക്ക് തന്നെ പോവാം. അപ്പോൾ ഇനി പൊടികളിലേക്ക് ചേർക്കേണ്ടത് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ആദ്യമേ തന്നെ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക. ലാസ്റ്റിൽ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അത് ചൂടാറുമ്പോഴേക്കും ഞാൻ കുറച്ച് പാല് മക്കൾക്ക് തിളപ്പിക്കാണ്ട് അത് തിളപ്പിക്കാൻ വെക്കുകയാണ്. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സമൂസ പോലെ ഷേപ്പിലാക്കിയിട്ട് ഈ ഫില്ലിങ് അതിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് മൈദ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വേഗം തന്നെ ചെയ്തെടുക്കാം. മക്കൾ 4:20 കഴിയുമ്പോഴേക്കും വരുമല്ലോ. അപ്പോൾ മക്കൾ ഈ ടൈം ആയിപ്പിക്കും വന്നു. അപ്പോൾ നമ്മുടെ സമോസ ഏതാണ്ട് 3 സെറ്റോളം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഒരു 15 സമോസയോളം കിട്ടിയിട്ടാണ്. അപ്പോൾ അത് മതി. പിന്നെ വൈകുന്നേരത്ത് ഇനി ഫുഡൊക്കെ കഴിക്കണമല്ലോ, കുറേ ഇത് കഴിച്ച് വയറ് നിറച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ഏതായാലും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ കൈമുഖമൊക്കെ നന്നായി കഴുകി അവരിത് സ്നാക്സ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാനും ഈ പറഞ്ഞ പോലെ അവരുടെ കൂടെ തന്നെയാണ് സ്നാക്സൊക്കെ കഴിക്കാനിരിക്കാറ്. അപ്പച്ചനും അമ്മച്ചൊക്കെ നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് സ്നാക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റി ആട്ടോ, നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ ഫില്ലിംഗ് ആണെങ്കിൽ വളരെ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ജാവ സിമ്പിളാണെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇനി ബാക്കിയുള്ള കിച്ചണിലുള്ള പാത്രങ്ങളും മക്കളുടെ ടിഫിൻ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഫുൾ കഴുകി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കിച്ചണും കൂടി ഫുൾ ക്ലീൻ ആവും. അപ്പോൾ സമയം ഏതാണ്ട് 5 മണിയാവും. 5 മണി തൊട്ട് അവർ ഈ പറഞ്ഞ പോലെ ഒരു 5:30 വരെയൊക്കെ അവർ കളിക്കാനായിട്ട് പോകും. പുറത്തൊക്കെ കളിച്ച് വന്ന ശേഷമാണ് അവർ ഫ്രഷ് ആക്കാറുള്ളൂ. കാരണം പുറത്തൊന്നും ഓടി കളിക്കണം കുട്ടികൾ. ഫ്രഷായിട്ട് ഓടി കളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെയും അഴുക്കാവും. അപ്പോൾ സമയം 5:30 മക്കൾ ഫ്രഷ് ആവുന്ന ടൈമാണ്. അപ്പോൾ അമ്മ അവിടെ ആ നേരം കൊണ്ട് പൂരി ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ച് പൂരി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളെ ഫ്രഷ് ആക്കിയ ശേഷം ഞാൻ അവിടെ ചെന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ അമ്മയും ഞാനും കൂടി പൂരി ഉണ്ടാക്കാണ്. വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ, മിക്ക ദിവസം ചോറ് തന്നെയാണ്. അപ്പോൾ ഇന്ന് സാമ്പാറും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ പൂരി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ അമ്മയ്ക്കൊരു ഫോൺ വന്നു. അപ്പോൾ പിന്നെ ബാക്കി ഞാനാണ് ഉണ്ടാക്കി തീർത്തേ. അപ്പോൾ നമ്മുടെ പൂരി ഫുള്ള് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചണിലുള്ള പാത്രങ്ങൾ ഫുൾ അങ്ങോട്ട് കഴുകണം. അതുകൂടി കഴുകി ഫുള്ള് കിച്ചൺ ഒതുക്കിയിട്ടിട്ട് വേണം എനിക്ക് പോയി അവരെ പഠിപ്പിക്കാനായിട്ട്. അപ്പോഴേക്കും അവർ ഇപ്പോൾ ഈ നേരം കൊണ്ട് കുറച്ച് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അവർ ഡൈനിങ് ടേബിളും ഇരുന്നിട്ട് വല്ലതും ചെയ്യും. എന്നാലും ഞാനിരിക്കാണ്ട് അവർ ഫുള്ളി പഠിക്കുന്നില്ല. അപ്പോൾ സമയം ഇപ്പോൾ 6:30 ആവാറായിട്ട്. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കിച്ചണിലൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ അവരിരുത്തി പഠിപ്പിക്കലാണ് പതിവ്. ആദ്യം തന്നെ ചെറിയ മോളുടെ വേഗം പഠിപ്പിച്ച് അവസാനിപ്പിക്കും. എന്നിട്ട് വലിയ മോളുടെ കൂടുതൽ പഠിപ്പിക്കും. കാരണം ചെറിയ മോളുടെ പെട്ടെന്ന് കഴിയണതാണ്, വലിയ മോളുടെ കുറച്ചധികം നേരം ഇരിക്കണം.
ഒരു 8 മണി വരെ പഠിപ്പിക്കും. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കും, അവർ കളിക്കും. എനിക്ക് തുണികൾ മടക്കാണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ ഒപ്പത്തിന് തന്നെ ഇരുന്ന് മടക്കി വെക്കും. എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറ്. അപ്പോൾ ആ നേരത്ത് അപ്പച്ചനമ്മച്ചയ്ക്കാണെങ്കിൽ സീരിയൽ കാണൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 8 മണി കഴിയുമ്പോൾ നമ്മൾ പിന്നെ പ്രാർത്ഥന എത്തിക്കുന്ന ടൈമാണ്. അപ്പോൾ പ്രാർത്ഥന എത്തിക്കാനായിട്ട് പോവും. അപ്പോൾ നമ്മൾ സമയം 8:30 കഴിഞ്ഞു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പൂരിയും നമ്മുടെ സാമ്പാറും കൂടി കഴിക്കാൻ പോവാണ്. സാമ്പാർ ഈ പറഞ്ഞ പോലെ പൂരിക്കോ ചപ്പാത്തിക്കോ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സാമ്പാർ എങ്ങനെയാണ്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും പൂരിയും ചപ്പാത്തിയൊക്കെ കൂടി. അപ്പോൾ ഏതാണ്ട് ഇതേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. സമയം ഇപ്പോൾ ഒരു 9 മണിയായി. 9 മണിയാവുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. കിച്ചൺ വേഗം തന്നെ ക്ലീൻ ചെയ്യണ സമയമാണ്. ഒരു 20 മിനിറ്റൊക്കെ എടുക്കുള്ളൂ കിച്ചൺ ഫുള്ള് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്യാനായിട്ട്. നേരത്തെ പാത്രങ്ങൾ കഴുകി വെച്ചുകൊണ്ട് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കഴുകാനായിട്ട് പാത്രങ്ങൾ. പിന്നെ സ്റ്റൗ ജസ്റ്റ് വേഗം ഒന്ന് ക്വിക്കായിട്ട് ക്ലീൻ ചെയ്തിടും. ഇനി 1.5 വെച്ചിട്ട് മാത്രം മതി ബേക്കിംഗ് സോഡയും പാത്രം കഴുകണ ലിക്വിഡും കൂടി മിക്സ് ചെയ്ത പേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്യൽ. കാരണം നമ്മുടെ സ്റ്റൗ എന്നും അതുകൊണ്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അത്ര അഴുക്കുണ്ടാവില്ലല്ലോ. അതോടൊപ്പം തന്നെ ജനാല അടച്ചു കൂട്ടാം. അതോടൊപ്പം തന്നെ അതിൻ്റെ താഴെയുള്ള ഷെൽഫുകളുണ്ടല്ലോ, ആ ഷെൽഫുകൾ ഒന്ന് വെറുതെ തുടച്ചു കൊടുക്കുക തുണിയുണ്ട്. കാരണം നമ്മൾ ഈ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഭക്ഷണം വയ്ക്കുമ്പോൾ അതുമ്പോൾ ഇങ്ങനെ അഴുക്കുകൾ പറ്റി പിടിച്ചിട്ടുണ്ടാവും. വെറുതെ തുടയ്ക്കുക, കുറേ നേരമൊന്നുമല്ല. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ മാക്സിമം ടൈം എടുത്താൽ മതി. അതിലും കൂടുതലൊന്നും ക്ലീനിങ്ങിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ അതേ ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് അടിച്ച് വാരി തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് മറന്നുപോയി വീഡിയോയിൽ കാണിക്കാനായിട്ട്. പിന്നെ മക്കളുടെ അടുത്ത ദിവസത്തേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ടിഫിൻ ബോക്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സമയം 9:30 ആയി. അപ്പോൾ ഇനി നമ്മൾ വേഗം തന്നെ എന്താ പറയുക, പപ്പയ്ക്കൊക്കെ ഒന്ന് ഫോൺ ചെയ്ത് അതുപോലെ പ്രാർത്ഥന എത്തിച്ച് പല്ലേച്ച് കിടക്കേണ്ട ടൈമായി മക്കൾക്ക്. ഒരു അരമണിക്കൂർ എടുക്കും. കാരണം അവരുടെ കളിയും ചിരിയും ബഹളവും കഥ പറയലും ഒക്കെ കൂടി വരുമ്പോൾ ഒരു അരമണിക്കൂർ കിടന്നാലേ അവർക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ സമയം 10 മണിയായി. അവർ ഉറങ്ങിയ ശേഷം ഞാൻ ലൈറ്റ് ഇട്ടിട്ട് എനിക്കുള്ള ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കുകയാണ്. അതായത് നെയിൽ പോളിഷൊക്കെ ഒന്ന് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. ഫേസ് സിറം നല്ലതാണ്, വൈകുന്നേരം ഫേസ് സിറം അപ്ലൈ ചെയ്യുന്നത് വിറ്റാമിൻ സി ഡി ആണെങ്കിൽ നല്ലത്, അത് അപ്ലൈ ചെയ്യും മുഖത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും അടുത്ത ദിവസത്തേക്കുള്ളത്. പിന്നെയാണ് യൂട്യൂബിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലാപ്ടോപ്പിൽ ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലാപ്ടോപ്പിലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് ഈ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ അടുത്ത ദിവസത്തേക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ബുക്കിലൊന്ന് ജസ്റ്റ് എഴുതി വെക്കും. ആകെ 3-4 കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, അതൊന്ന് എഴുതി വെക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ടൈം മുഴുവൻ മൊബൈൽ ഫോണൊന്നും ഒട്ടും നോക്കാതെയാണോ ചേച്ചി നടക്കണേന്ന്. ഇല്ല, ഞാൻ ഓരോ ജോലികൾ ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ റൂമുകളിൽ വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അതിൽ മെസ്സേജസ് വരും, ഹസ്ബൻഡ് വിളിക്കാം, അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ കമൻറ്റ്സ് വരാം. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, പതിവിലും വിട്ട് അധികമായി ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഈ ടൈമിലും ഇരുന്ന് ഞാൻ ഫോണിൽ കമൻസും കാര്യങ്ങളും മെസ്സേജസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗം നോക്കി റിപ്ലൈ കൊടുക്കാൻ പറ്റണമെങ്കിൽ അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ 10:45 ആകുമ്പോഴേക്കും ആ പരിപാടികളൊക്കെ നിർത്തും. മുൻപ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞാനൊരു വൈകുന്നേരം 12 മണിയൊക്കെ കഴിയുന്ന വരെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ കുറേ നേരം ഇരിക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും. നമുക്ക് യൂട്യൂബോ അല്ലെങ്കിൽ ബാക്കിയുള്ള മൊബൈലിലുള്ള വെറുതെ വീഡിയോസ് കാണലല്ല പ്രധാനം, നമുക്ക് നമ്മുടെ ആരോഗ്യം തന്നെയാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 2 ദിവസം കൂടുമ്പോൾ അതാണ് വീഡിയോസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 10:45 ഞാൻ ഇതൊക്കെ അവസാനിപ്പിക്കും. ഫോണൊക്കെ ഓഫാക്കി കുറച്ച് ടൈം ബുക്ക് വായിക്കാൻ കുറച്ച് നേരം കൂടി വായിച്ച് തീർക്കും. കാരണം എനിക്ക് ഉറക്കം വരാനായിട്ട് ബുക്ക് വായിക്കുന്നത്. അത് വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് കഴിഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിച്ച് സമാധാനമായി റിലാക്സ് ചെയ്തിട്ട് ഉറങ്ങാം. പണ്ടൊക്കെ ഞാൻ ഫോൺ നോക്കിയിരുന്ന് ആ കയ്യിൽ നിന്ന് വീണ് പോണ വരെ ഫോൺ പിടിച്ചിരുന്ന് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴായാലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവാനും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ കുറേ എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. കാരണം ഓരോ ക്ലിപ്പിങ്സും കിട്ടാനായിട്ട് ഒരു ഫുൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ.